സർ ഞാൻ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല. ഇതാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ ഇപ്പോൾ തന്നെ മക്കളെ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ഞാനുമുണ്ട് സർ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാം. ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങളോട് ഒരു കമൻറ്റും കൂടി ഇടാൻ പറയും. അതെന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവസാനം വരെ നിൽക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ ഈ വീഡിയോയ്ക്ക് മുൻപ് ഇങ്ങനെയായിരിക്കും. അതായത് കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല, കുറേ പഠിക്കാൻ ബാക്കിയുണ്ട്, പക്ഷെ കുറച്ച് ദിവസങ്ങളെ ഓണപരീക്ഷയ്ക്കുള്ളൂ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, പഠിച്ചാൽ തീരുമോയെന്ന് അറിയില്ല, ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ വർഷം കുളമാവുമോ എന്ന് തന്നെ സംശയമുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പക്ഷെ പേടിക്കേണ്ട മക്കളെ, ഈ വീഡിയോ കഴിയുമ്പോഴേക്കും ഒരു സംശയമില്ല, ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടാൽ നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയായിരിക്കും. നിങ്ങൾ ഫുള്ള് പഠിച്ചു തീരില്ല, നിങ്ങൾ ഫുൾ സിലബസ് തീർത്തിട്ടുണ്ടാവില്ല, പക്ഷേ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് സമാധാനം ഉണ്ടായിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും, അത് ഉറപ്പാണ്. അവസാനം വരെ വീഡിയോ കാണാം. ഇനി വീഡിയോയിൽ പറയുന്ന കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയും കൂടിയാണ് മക്കളെ. ഈ വീക്ക് ഈ കൊടുത്തിരിക്കുന്ന ദിവസം, ഈ കൊടുത്തിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗംഭീര സ്റ്റഡി പ്ലാൻ എക്സാമിൻ്റെ അൺവീൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും, പക്ഷേ ഈ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ പങ്കെടുത്ത് ആ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ ചിരി മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ലൈവിൽ വരണം. ലൈവിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കമന്റ് ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പോയി ലൈവ് എന്ത് ചെയ്യുക, ലൈക്ക് അടിച്ച് വെക്കുക. ക്യാഷ് പ്രൈസ് അടക്കം അലൻ സാർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ തീർച്ചയായും പോയി ലൈക്ക് അടിച്ച് വെക്കുക, കമന്റും ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. നിങ്ങളുടെ ചോദ്യം എന്താണ്? സാർ ഞാൻ ഒന്നും ഇതുവരെയായിട്ട് പഠിച്ചിട്ടില്ല, ഇനി എന്ത് ചെയ്യണം? മക്കളെ, നിങ്ങളുടെ കാര്യം ആൻസർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങൾക്കറിയാം, എക്സാം ഇന്ററിന്റെ കഴിഞ്ഞ വർഷം +1 ബാച്ച് എടുക്കുകയാണെങ്കിൽ +1 ബാച്ചിൽ നിന്ന് മാത്രം, അഗ്നി ബാച്ചിൽ നിന്ന് മാത്രം 19 കേരള സ്റ്റേറ്റ് ടോപ്പേഴ്സ് ആണ് ഉണ്ടായത്. അതായത് 520-ൽ 520, അതായത് ഫുൾ മാർക്ക് 100%, അതിൽ കൂടുതൽ വേറെ മാർക്ക് വാങ്ങാൻ പറ്റില്ല എന്നുള്ള ആ ഒരു മാർക്ക് വാങ്ങിച്ച 19 കുട്ടികളാണുള്ളത്. ഇവരുടെ എല്ലാ കുട്ടികളുടെയും ഇന്റർവ്യൂസ് നമ്മുടെ ചാനലിൽ, +1 ചാനലിലും +2 ചാനലിലും 10ാം ക്ലാസ് ചാനലിലും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്ത് എന്തായിരിക്കും, ഇവരൊക്കെ ആദ്യം മുതൽ നന്നായി പഠിച്ച് ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും നന്നായി പഠിച്ച് സെറ്റായി ഇരിക്കുകയായിരുന്നു, പിന്നെ അവസാനം റിവിഷനും കൂടി ചെയ്തിട്ടാണ് അവർ പരീക്ഷാ ഹാളിൽ കയറിപ്പോയി ഫുൾ മാർക്ക് വാങ്ങിച്ചു വന്നത്. നിങ്ങൾ അപ്പം ഞാനാണെങ്കിലും ഇവരെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവരുടെ കഥ പറയുമ്പോൾ ഇവർ പറയുന്നത് എന്താണ്, ഓണപരീക്ഷ ആകുമ്പോഴത്തേക്കും കാര്യമായിട്ടൊന്നും പഠിച്ചില്ലേന്ന്. പിന്നെ ഓണപരീക്ഷയുടെ ദിവസങ്ങളിൽ മാരത്തോണും അതും ഒക്കെ എക്സാമിനറിന്റെ ചാനലൊക്കെ കണ്ട്, പിന്നെ ആപ്പിലെ എക്സ്ട്രാ ലൈവ് ക്ലാസ് ഒക്കെ കണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഓണപരീക്ഷ എഴുതി. മെയിൻലി മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ആ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്തു പോയി. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. പക്ഷെ ആ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്തു പോയി. ക്രിസ്മസ് എക്സാമിനും കുറച്ചും കൂടിയൊക്കെ പഠിച്ചു, കുറച്ചും കൂടി ആ ഒരു ഫ്ലോ ഒന്ന് സെറ്റായി കിട്ടി. എന്നിട്ട് മോഡൽ എക്സാമിന്റെ സമയവും പബ്ലിക് എക്സാമിന്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്നും കൂടി നല്ല കാര്യമായിട്ട് സെറ്റായി നന്നായി പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്തത്, അവർ ഈ മാർക്കൊക്കെ വാങ്ങിച്ചെടുത്തത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഈ ഓണപരീക്ഷ ആകുമ്പോഴും ഇവരിൽ ഓരോ ആൾക്കാർ അറ്റ്ലീസ്റ്റ് എന്താണ് ഒരു 80% ആൾക്കാർ എന്താണ് കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് നിങ്ങളുടെ അവസ്ഥയായിരിക്കും. ചിലപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വലിയ രീതിയിലൊന്നും പഠിച്ച് സെറ്റായവരല്ല. എന്നിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഫുൾ മാർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റി. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല, അല്ല ഇതുവരെ ഞാനൊന്നും തീർത്തിട്ടില്ല, അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നതിൽ ഒരു ലോജിക്കൽ സത്യമില്ല. അത് തെറ്റാണ്, നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ്. കാരണം ഇവരും അങ്ങനെ പലരും വിചാരിച്ചവരായിരുന്നു, പക്ഷെ അവർക്ക് അവസാനം എത്ര കിട്ടി, ഫുൾ മാർക്ക് കിട്ടി. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇതുവരെ ഇപ്പോഴും ലേറ്റ് അല്ല, പഠിക്കാൻ ഇതുവരെ നിങ്ങൾ ലേറ്റ് അല്ല. ഇനി നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചാലും ഓണസ്റ്റ്ലി ആണ് തീരുമാനിക്കേണ്ടത്. വെറുതെ പറഞ്ഞാൽ പോരാ 2 ദിവസം പഠിക്കുന്നത്, അങ്ങനെ പറഞ്ഞാൽ പോരാ. ഇനി അങ്ങോട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ഓണസ്റ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചാലും മക്കളെ ഫുൾ മാർക്ക് വരെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഫുൾ മാർക്ക് കിട്ടും നിർബന്ധമൊന്നുമില്ല, അത് ഓരോ ആൾക്കാരുടെ എബിലിറ്റി പോലെ ഡിപ്പെൻഡ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്ന പോലെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ഫുൾ മാർക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പോസിബിൾ ആണ്. കുറച്ച് പഠനം കുറഞ്ഞാൽ 99% ആയിപ്പോവും, കുറച്ചും കൂടി പഠനം കുറഞ്ഞാൽ 98% ആയിപ്പോവും. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, പഠനം കുറഞ്ഞിട്ടല്ലേ. പക്ഷേ ആ ലെവലിലേക്ക് നിങ്ങൾക്ക് ഇനിയും എത്തിച്ചേരാനുള്ള അവസരമുണ്ട്. പക്ഷെ അത് നിങ്ങൾ തീരുമാനിക്കണം, ഞാൻ തീരുമാനിച്ചൊരു കാര്യമില്ല. സാർ എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്? മക്കളെ ഒന്നുമില്ല, 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. ഒന്ന്, നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ചിന്തിക്കുക, നിങ്ങൾക്ക് എന്തിനാണ് ഈ മാർക്ക് വേണ്ടത്, അല്ലെ എന്തിനാണ് നിങ്ങൾ നല്ലോണം പഠിക്കാൻ തീരുമാനിക്കുന്നത്. എന്നിട്ട് അത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾക്ക് റീസൺ കിട്ടിക്കഴിഞ്ഞാൽ എന്തുവാ, ഞാനൊന്നും പറയുന്നില്ല, ഓരോ ആൾക്കാർക്ക് ഓരോ റീസൺസ് ആവും. നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, ചിലപ്പോൾ നല്ല കോളേജ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ പേരൻസിനെ പ്രൗഡാക്കാൻ വേണ്ടിയിരിക്കും, ചിലപ്പോൾ സ്വന്തം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, വോട്ടെവർ. ആ ഒരു റീസൺ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണ്ടേ, അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ പഠിക്കുക, വെറുതെ ഇങ്ങനെ പഠിക്കാൻ പറ്റും, ഫിസിക്സ് കെമിസ്ട്രി മാത്സും പഠിച്ചൊക്കെ. ആ റീസൺ നിങ്ങൾ കണ്ടുപിടിക്കുക. കമൻറ്റ് ബോക്സിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക, ഞാൻ ഓണപ്പരീക്ഷ തകർക്കും, മൈ റീസൺ ഇസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ റീസൺ ഇടാം. കമൻറ്റ് ബോക്സിൽ ഇടാം. നിങ്ങളൊരു കമൻറ്റ് ആദ്യം തന്നെ ഇട്ടുണ്ടാവില്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ താഴെ തന്നെ അല്ലേ, അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കമൻറ്റും കൂടി എക്സ്ട്രാ കമൻറ്റ് 2 കമൻറ്റ് ആയിക്കോട്ടെ, ഇപ്പം തന്നെ ഇടുക.
ഇതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നിങ്ങൾ ഉറപ്പിച്ചു നിങ്ങൾ ഇനി പഠിക്കും, നിങ്ങളുടെ റീസൺ ഇതാണ്. ആ റീസൺ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഈ പറച്ചിലിൽ മാത്രം കാര്യമുണ്ടോ? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടുകൊണ്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പോകുന്നില്ല. അതിന് നിങ്ങൾക്ക് കൃത്യമായൊരു സ്റ്റഡി പ്ലാൻ വേണം. ആ സ്റ്റഡി പ്ലാനും എക്സാമിനർ തരും ഫ്രീ ആയിട്ട് യൂട്യൂബിൽ. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന ദിവസം കൊടുത്തിരിക്കുന്ന ടൈമിൽ ലൈവിൽ കയറി വരിക. ഏറ്റവും അടിപൊളി, കേരളം ഇതുവരെ കാണാത്ത ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ ആയിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതിൽ പങ്കെടുക്കുക, അതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. ആക്ച്വൽ റിയാലിറ്റി ആകാൻ പോകുന്ന കാര്യമായിരിക്കും ഇത്. അത്ര മാത്രമേ പറയാനുള്ളൂ മക്കളെ. നമുക്ക് ഇവന്റിൽ കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.